ഡിയർ ഹൈറിച്ച് മെമ്പേഴ്സ്, എല്ലാ ആളുകൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. ഹൈറിച്ചിൽ നിന്നും എങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പല ആളുകളും പല രീതിയിൽ ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവാത്ത ഒരവസ്ഥ വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ രൂപത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് കരുതിയാണ് ഇത് തയ്യാറാക്കിയത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹൈറിച്ച് വരെ ഈ വെബ്സൈറ്റിലൂടെ തന്നെയാണ് നമുക്ക് പോവേണ്ടത്. ഇങ്ങനെ നമ്മൾ വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹോം പേജിൽ നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ കഴിയും. നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് നമ്മളുടെ സൈറ്റിലേക്ക് കയറേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ ഹോം പേജിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പിൻകോഡ് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ നാട്ടിലുള്ള പിൻകോഡ് ഏതാണോ ആ പിൻകോഡിന് ആദ്യം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റുകളെ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡെലിവറി അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കണം. പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഉടനെ അവിടെ ഏതെങ്കിലും പിൻകോഡിൽ വെയർഹൗസ് ആരെങ്കിലും ഫ്രാഞ്ചൈസി എടുത്ത് അത് ഓപ്പൺ ആവും എന്നുള്ളത് കൊണ്ട് തന്നെ വേഗം കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായ ഐറ്റംസുകളെ ഗ്രോസറിയിലും ഏതിൽ പോയിട്ട് സെർച്ച് ചെയ്താലും വരും. ഓക്കെ, ഇതിപ്പോൾ മല്ലിപ്പൊടി, ഇതിൻ്റെ 1 കിലോഗ്രാം മല്ലിപ്പൊടിയാണ്. ഇതിന് 175.5 MRP ഉള്ളത്. 155 രൂപയാണ് നമ്മളുടെ GST കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള റേറ്റ്. ഓക്കെ, അതിന് ക്വാണ്ടിറ്റി നമുക്ക് മാറ്റിയത് 100 ഗ്രാം ആക്കാം, 250 ഗ്രാം ആക്കാം. അപ്പോൾ വിലയിലും മാറ്റം വരും. ഓക്കെ, ആ 250 ഗ്രാമിൻ്റെ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണോ? ക്വാണ്ടിറ്റി ഇവിടെ ഈ ചെറിയ കള്ളിയിൽ അത് മാറ്റി കൊടുക്കും. അപ്പോൾ 2 എണ്ണം എടുത്തിട്ട് ഞാൻ ആഡ് കാർട്ടിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഇത് ഈ മുകളിൽ കാണുന്ന ഈ റൗണ്ടിൽ 2 എണ്ണം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് ഇനി വേറെ എന്ത് വേണം? ചെറുപയർ പരിപ്പ് 1 കിലോഗ്രാമും 500 ഗ്രാമും 500 ഗ്രാം ആക്കി, അതും ഞാൻ ആഡ് കാർട്ടിലേക്ക് ഇട്ടു. ബനാന പൗഡർ, റൈസ് ബനാന മിക്സ്, രാഗി, നെയ്യ്, അതുപോലെ തന്നെ മീറ്റ് മസാല എല്ലാം ഇവിടെ ഉണ്ട്. ഇനി എന്താണോ നമുക്ക് ആവശ്യം അതിന് നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റും. ഷുഗർ, കൂടുതൽ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, സ്പെല്ലിങ്ങൊക്കെ മാറിപ്പോവും. 1-2 അക്ഷരം തന്നെ മതി. ഇപ്പോൾ ഷുഗർ 36 റുപ്യ, 1 കിലോഗ്രാം ഷുഗർ എടുത്തു. സോൾട്ട്, കല്ലുപ്പുണ്ട്, പൊടിയുപ്പുണ്ട്, 1 പാക്കറ്റ് അതും എടുത്തു. ജാഗിരി, ചക്കര, അത് 1 കിലോഗ്രാമും 500 ഗ്രാമും ഉണ്ട്, 500 ഗ്രാം ചക്കര. ഇനി വേറെ എന്ത് വേണം? റൈസ് ആണെങ്കിൽ ചെറുപയറും കടലയും എല്ലാം കാണിക്കുന്നുണ്ട്. റൈസിൽ അടിക്കുമ്പോഴേക്കും വരും നമുക്ക് വേണ്ട റൈസ് ഏതാണോ. ഇതിപ്പോൾ റൈസിൽ ജയാണ് വന്നിട്ടുള്ളത്. 5 കിലോഗ്രാമിൻ്റെ റേറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
ഇത് കമ്പനി ബൾക്ക് പർച്ചേസിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ റേറ്റ് ഒരുപാട് കുറയും. അപ്പോൾ ഇതിൻ്റെ 5 കിലോൻ്റെ 10 കിലോ ആണെങ്കിൽ 2 ആക്കുക, 15 കിലോ 3, 20 കിലോ 4, 25 കിലോനാണെങ്കിൽ 5, ഇങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റിയെ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, ഇത് 10 കിലോനായി മാറും. ഓക്കെ, ഇനി സോപ്പാണെങ്കിൽ സോപ്പൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സോപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ PS സോപ്പ് 41 39 രൂപ, 41 39, 20 19, ഇങ്ങനെ ഓരോന്നും MRPയിലേറെ ഒരുപാട് കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. എന്തൊരു ഐറ്റംസ് കണ്ടാലും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാറ്റഗറിയിലുള്ള എല്ലാം അവിടെ കാണിക്കും. അതിലേതാണോ വേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ PS ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഇവിടെ കാണിക്കും 75 ഗ്രാമിൻ്റെതാണ്, ഒന്നെടുത്തു. ഓക്കെ, ഇനി ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന രൂപം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോൾ ഈ മുകളിൽ ഇപ്പോൾ 9 ഐറ്റംസാണ് ഈ കാർട്ടിലുള്ളത്. ഇതിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതെല്ലാം ഇവിടെ ഉണ്ട്. ഇതിലെന്തെങ്കിലും നമ്മൾ കൈ തട്ടിയിട്ട് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഇത് അടിച്ചു കഴിഞ്ഞാൽ അത് അതിൽ നിന്നും പോവും. നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ സോപ്പ് എടുത്തിട്ടുള്ളത്, ബാത്ത് സോപ്പ്, അത് 2 വേണമെന്ന് പിന്നീട് തോന്നിയെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റിയെ 2 മാറ്റിക്കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സോപ്പ് 2 മാറി. ഇനി ടോട്ടൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. 560 രൂപക്കാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ BV ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 9 രൂപ 34 പൈസയാണ്. ഇതാണ് കമ്പനി ഇതിൽ നിന്നും കമ്പനിയുടെ ലാഭത്തിൻ്റെ 30% കമ്പനി മാറ്റി വെച്ചിട്ടുള്ളത്. ഈ 9 രൂപ 34 പൈസ എന്നുള്ളത് നമ്മൾ നേരിട്ട് റെഫർ ചെയ്ത ഒരാളാണിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ 4 രൂപ 75 പൈസയോളം ഏകദേശം നമുക്ക് കിട്ടാനുള്ളതാണ്. അങ്ങനെ ഒരാൾ 560, 5600, 10,000, 2000 ഇങ്ങനെ പല ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മളെ വാലറ്റിലേക്ക് വരുമാനം വരും. ചില ആളുകൾ ചില കടയിലൊക്കെ വളരെ വിലക്കുറവായിട്ട് പല പ്രൊഡക്റ്റിനെ കാണിക്കും. അത് അവരുടെ കടയിലേക്ക് ഒന്ന് ആകർഷിക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസുകൾ മാത്രം തയ്യാറാക്കുന്നതാണ്. നേരെ മറിച്ച് മറ്റുള്ളതിലൊക്കെ അതിൻ്റെ MRP തന്നെ അവർ എടുക്കുന്നുണ്ടാവും. ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രൊഡക്റ്റുകളും വിലക്കുറവിലൂടെയാണ് കൊടുക്കുന്നത്. അതിന് പുറമെ അതിൽ നിന്നും 18 കുടുംബത്തിലേക്ക് കമ്പനിയുടെ ലാഭത്തിനെ മാറ്റി വെക്കുന്നുമുണ്ട്. ഇതൊരു പ്രത്യേക സിസ്റ്റമാണ്. ഒരു ചാരിറ്റിയും കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും കൂടി നമുക്ക് ശ്രദ്ധേയമാണ്. ഇനി കണ്ടിന്യൂ ഷോപ്പിംഗ് അടിച്ചു കഴിഞ്ഞാൽ ഇനിയും പ്രൊഡക്റ്റ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ കണ്ടിന്യൂ ഷോപ്പിങ്ങിലൂടെ മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ പ്രൊസീഡ് ടു ചെക്കൗട്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ യൂസർ ഐഡിയും പാസ്വേഡും കമ്പനിയിൽ നിന്നും നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ മെസ്സേജ് ആയിട്ട് വന്ന നിങ്ങളുടെ ID ഇവിടെ കൊടുക്കുന്നതോടുകൂടി ലോഗിൻ ചെയ്താൽ അത് കൃത്യമായിട്ടും നമ്മൾ ആരാണ്, അഡ്രസ്സ്, കാര്യങ്ങൾ അവിടെയും വ്യക്തമാവും. പ്രൊഡക്റ്റ് ഒന്നും കൂടി ഇവിടെ കാണിച്ചു. ഇപ്പോൾ പേര്, കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമ്മൾക്കിപ്പോൾ മറ്റ് യാത്രയിലോ മറ്റോ ഈ സ്ഥലത്തു നിന്നൊന്നും അല്ലാതെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റൊരു നല്ല വെയർഹൗസ് വഴിയിൽ നിന്നും കണ്ടു നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യണം നമ്മളെ IDയിൽ തന്നെ. ഈ പിൻകോഡ് ഉള്ള ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ആദ്യം തന്നെ ആ വെയർഹൗസ് നിൽക്കുന്ന സ്ഥലത്തെ പിൻകോഡാക്കി മാറ്റുക. എന്നതിന് ശേഷം ആഡ് ന്യൂ ഷിപ്പിംഗ് അഡ്രസ്സ് എന്നുള്ളിടത്ത് നമ്മളെ പേരും ഫോൺ നമ്പറും അഡ്രസ്സ് ആ പിൻകോഡ് തന്നെ ഉള്ള ആ വെയർഹൗസിൻ്റെ അഡ്രസ്സോ മറ്റോ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ അഡ്രസ്സിൽ നിന്ന് മാറ്റണില്ല, അങ്ങനെ ഷിപ്പിംഗ് അഡ്രസ്സ് മാറ്റിയിട്ട് പുതിയ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഹാൻഡായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്ത് പോരാവുന്നതാണ്. ഇനി ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് വീട്ടിലേക്ക് വരും. അതല്ല റാസോർ പേ വഴി നമുക്ക് അക്കൗണ്ട് വഴി അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇനി ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ട് ഓക്കെ ആക്കി കഴിഞ്ഞാൽ കമ്പനിയിൽ അതൊരു തൊട്ടടുത്തുള്ള നമ്മളുടെ വെയർ ഹൗസിൽ അത് ഓർഡറായിട്ട് മാറും. അവരുടെ സ്റ്റോക്കിൽ നിന്നും കമ്പനീൻ്റെ സ്റ്റോക്കിൽ നിന്നും ഇത്രയും മൈനസായി കിടക്കും. അപ്പോൾ അത് പിന്നീട് കമ്പനിയിൽ വിട്ട് അവർക്കത് ആ ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിക്കേണ്ട പണികളൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ പഠിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ വെറുതെ ഓർഡർ പ്ലേസ് ചെയ്യരുത്. ഇതുവരെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് വെക്കുക. ഇങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം അത് വാങ്ങണമെന്ന് ഉറപ്പിച്ച കേസുകൾ മാത്രം ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ.